ഹലോ ചങ്ങായിമാരെ, നമുക്കൊന്ന് ബീഫ് ഫ്രൈ ഉണ്ടാക്കിയാലോ. ഒരു ട്രിപ്പായി, ഇപ്പോൾ സെക്കൻഡ് ട്രിപ്പിന് വെച്ച് കുക്കർ അടുത്ത് കയറ്റി. ഫസ്റ്റ് ഒന്ന് എടുക്കാനുള്ള ഒരു ടൈം നിങ്ങൾ തന്നെ പറഞ്ഞില്ല. എൻ്റെ വീഡിയോസ് എടുക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ ഒറ്റക്ക് തന്നെ ഉണ്ടാവുള്ളൂ. മറ്റാൾക്ക് പണി ഉണ്ടെങ്കിൽ അയാൾ പിന്നെ എടുക്കാൻ നിൽക്കില്ല. അങ്ങനെ ഞങ്ങൾ കുക്കർ സെറ്റാക്കി അവിടെ മൂടി വെച്ചു. പിന്നെ കുക്കർ വലിയ കുക്കറാണ്, 60 ലിറ്ററിൻ്റെ കുക്കറാണ്. അതിലിങ്ങനെ പിശി ആക്കണം. 2 വിസിലിങ്ങനെ കിടന്ന് കറങ്ങാണ്. ഇത് സൗദിയത്തെ കുക്കറായതുകൊണ്ട്, സൗദിയിലുള്ള ഈ ടൈപ്പ് ആയതുകൊണ്ട് നമ്മൾ നാട്ടിലത്തെ പോലെ ഇങ്ങനെ വിസിലുണ്ടാവില്ല, അടിയില്ല, ഒന്നിങ്ങനെ അടിയാൻ അങ്ങനെ ഉണ്ടാവില്ല. പിന്നെ എല്ലാം വേവിപ്പിച്ച് റെഡിയാക്കി സെറ്റാക്കി കൂമ്മനായി കൂട്ടിയിട്ടില്ലേ. ഒരു 30 കിലോ ഉണ്ട്, 30 കിലോ ബീഫ് ഫ്രൈ ഉണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് സെറ്റാക്കാം. ഓക്കെ, അതൊന്ന് സെറ്റാക്കുന്നതിന് മുമ്പ് ചെറിയ ചെമ്പും പാത്രമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അവിടെ നിന്ന് മാറ്റി, അടുപ്പിൽ നിന്ന് മാറ്റിയിട്ട് പിന്നെ 2 കടായി ചട്ടിയിൽ വെച്ച് സെറ്റാക്കി. ഇനി എന്താ, അതിലേക്ക് മസാലകൾ ചേർക്കാം. കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടു, പിന്നെയും മഞ്ഞപ്പൊടി മറ്റേതിൽ. ഇനി അടുത്ത മുളക് പൊടി എടുക്കട്ടെ. മുളക് പൊടി പാറ്റട്ടെ. മുളക് പൊടി പാറ്റടി. ഇനി അടുത്ത കുറച്ച് മല്ലിപ്പൊടി. പിന്നെ ബീഫ് ഫ്രൈക്കെല്ലാം ബീഫിൻ്റെ ഐറ്റംസിനൊക്കെ കുറച്ച് ജാസ്തി വേണം. മല്ലിപ്പൊടി ചറവറ വിതറുന്നു. എല്ലാം ഈസ്റ്റേൺ സാധനം കേട്ടോ, നല്ല കമ്പനി സാധനങ്ങളോ, ലോക്കലായിട്ടുള്ള സാധനമൊന്നുമില്ല, എല്ലാം ഈസ്റ്റേൺ സാധനങ്ങളാണ്. ഇനി അടുത്ത കുറച്ച് മീറ്റ് മസാല വിതറുന്നു, ചറവറ വിതറുന്നു. ഇത് സ്പൂണ് കണക്കൊന്നും പറയാൻ അറിയില്ല കേട്ടോ. ഇതൊക്കെ നമുക്കൊരു ആ ബീഫിൻ്റെ ക്വാണ്ടിറ്റി നോക്കിയിട്ട് അങ്ങിടലാണ്. അതുകൊണ്ട് പിന്നെ അങ്ങനെ ഒരു സ്പൂൺ, അര സ്പൂൺ എന്ന് പറയാൻ പറ്റും ഒരു ഇതില്ല. നമ്മളിങ്ങനെ ക്വാണ്ടിറ്റി ഇങ്ങനെ ബൾക്കായിട്ടുള്ള ക്വാണ്ടിറ്റി ആയതുകൊണ്ട് സ്പൂണും കൊണ്ട് നടന്നിട്ട് കാര്യമില്ല. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് അടിച്ചു വെച്ച് കഴിഞ്ഞിന്. അപ്പോൾ ഉള്ളിയും കൊണ്ട് ഒപ്പിച്ചതാ. പിന്നെ കുറച്ചും കൂടെ ഇടണം, അത് അടിക്കണം ഒന്നും കൂടി. പിന്നെ ഉപ്പ് ഇട്ട് സെറ്റാക്കിയിട്ട് ഇനി കൊയക്കൽ നല്ലോണം കുഴച്ച് സെറ്റാക്കി മിക്സാക്കി. അടിയിൽ ഉള്ളി ഉണ്ടായിരുന്നു കേട്ടോ, പറയാൻ മറന്നുപോയി. അടിയിൽ ഉള്ളിയും പിന്നെ എണ്ണ വെച്ചിട്ട് ഉള്ളി കുറച്ചിട്ട്, അത് കഴിഞ്ഞ് പെരിഞ്ചീരകം ഇട്ട് ഞാൻ സെറ്റാക്കി വെച്ചതാണ്. എന്നിട്ട് അതിൻ്റെ മുകളിലാണ് ബീഫ് ഇട്ടത്. എന്നിട്ട് എന്താക്കുക, അത് പിന്നെ കുഴച്ച് സെറ്റാക്കിയിട്ട് അവിടെ മൂടി വെക്കും. പിന്നെ ലാസ്റ്റ് എന്താക്കണം, കുറച്ച് പെരിഞ്ചീരകം പൊടിച്ചതും ഗരം മസാലയും ഇടണം. അത് കുറച്ചും കൂടി മസാലയൊക്കെ ഒന്ന് പിന്നെ ബീഫിൽ പിടിച്ച് സെറ്റായി. പിന്നെ കുറച്ചും കൂടി ബ്ലാക്ക് കളറിലേക്ക് മാറുമ്പോൾ പെപ്പറും പിന്നെ പെരിഞ്ചീരക പൊടി, ഗരം മസാല 3 കൂടി ഇട്ടിട്ട് നല്ലോണം സെറ്റാക്കി അവിടെ വെക്കും. പിന്നെ ആൾക്കാർ വന്ന ചറപറ കൊടുക്കൽ തന്നെ. അപ്പോൾ ഓക്കെ, ബായ്.